സ്വപ്ന എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട്, എണ്ണ കൊണ്ട് തുലാഭാരം എത്ര രൂപയാകും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എണ്ണ കൊണ്ട് തുലാഭാരത്തിന് കിലോയ്ക്ക് 200 രൂപ കണക്കിലാണ് വേണ്ടത്. അപ്പോൾ എത്ര കിലോ ആണ് നമ്മുടെ ശരീരഭാരം എന്നാൽ അത്രയും കിലോ ആണ്, അത്രയും ലിറ്റർ ആണ് ആ എണ്ണയുടെ കണക്ക് വരുന്നത്. അതുകൊണ്ട് 200 ഇൻറ്റു നമ്മുടെ ശരീരഭാരം എന്നാണ് കണക്കാക്കേണ്ടത് കേട്ടോ. ഇനി എന്തിനു വേണ്ടിയാണ് എണ്ണ കൊണ്ട് തുലാഭാരം എന്നാണെങ്കിൽ അത് ഭക്തന്റെ ഇഷ്ടമാണ്. ഭക്തൻ എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് എണ്ണ കൊണ്ട് തുലാഭാരം തൂക്കാം എന്ന് നേർന്നതെന്ന് എനിക്കറിയില്ല. ഭക്തനോട് തന്നെ ചോദിക്കണം. അവിടെ ഇങ്ങനെ നിശ്ചയിക്കപ്പെട്ടിട്ടില്ല തുലാഭാരം ഇന്നത് ചെയ്താൽ ഇന്നതാണ് ഫലം എന്നുള്ളത്. അതെല്ലാം നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ, എന്തുകൊണ്ട് തുലാഭാരം വേണം എന്നുള്ളത്. ചിലപ്പോൾ ചിലരൊക്കെ നിർദ്ദേശിക്കാറുണ്ട്, ഇപ്പോൾ നിവേദ്യച്ചോറ് കൊണ്ട് തുലാഭാരം തൂക്കിക്കോളൂ എന്ന വയറ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്ക്, അല്ലെങ്കിൽ കുട്ടികളിൽ കാണുന്ന ഭക്ഷണം വേണ്ടാത്ത ആ ഒരു പ്രകൃതത്തിനോട്, അതിനൊക്കെ വേണ്ടിയിട്ട് ചിലപ്പോൾ അങ്ങനെ ചെയ്യാറുണ്ട്. അതേമാതിരി തന്നെ പാല് കൊണ്ട് തുലാഭാരം കുഞ്ഞുകുട്ടികളെ തൂക്കാറുണ്ട്. ചില അമ്മമാരിൽ പാലില്ലാവാതിരിക്കുമ്പോൾ കുട്ടികൾക്ക് അതിനനുസരിച്ച് പോഷക സമൃദ്ധമായിട്ടുള്ള ആഹാരം കിട്ടാതെ വരിക എന്നുള്ള വലിയ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി ചില അമ്മമാർ നേരാറുണ്ട് പാലുകൊണ്ട് തുലാഭാരം. അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യം കൊണ്ട്. അങ്ങനെ എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ചെയ്യേണ്ടത് എന്നുള്ളത് ഭക്തരുടെ ഇഷ്ടമാണ്. ഇവിടെ ഇത് നിലവിലുള്ള ദ്രവ്യമാണ് എന്നുള്ളത് കൊണ്ട് വന്നാൽ മാത്രം മതി, മുൻകൂട്ടി ഷീട്ടാക്കേണ്ട ആവശ്യമില്ല കേട്ടോ.